You know Sanatana Dharmam? Yes, of course. I knew Sanatana Dharma, and today I was initiated into Sanatana Dharma, and I'm very happy for that. Om Namah Shivaya. എത്ര വയസ്സായി ഇപ്പം? 36 വയസ്സാണ്. ഇപ്പോൾ ഇപ്പം എന്തുവരെ പഠിച്ചിട്ടുണ്ട്? എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. കഴിഞ്ഞാണ്. അതെ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു സന്യാസത്തിലേക്ക് മാറാൻ കാരണം? എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് സനാതനധർമ്മത്തിൽ ഇഷ്ടപ്പെട്ട്. നമസ്കാരം. സനാതനധർമ്മം നശിപ്പിക്കണം എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ അടുത്ത് സനാതനധർമ്മത്തിൻ്റെ തന്നെ പ്രശസ്തി ലോകം മുഴുക്കൻ ഉണ്ട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് യൂറോപ്പിലെ സ്പെയിനിൽ നിന്ന് വരെ സനാതനധർമ്മം ഉൾക്കൊണ്ടിട്ട് നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദീക്ഷ സ്വീകരിക്കാൻ എത്തിയിരിക്കുകയാണ് വിദേശികളടക്കം. എന്താണ് ദീക്ഷ സ്വീകരണം എന്നും എന്താണ് ഈ ശിവ ആശ്രമം എന്താണ് എന്നും നമ്മൾക്ക് ഇതിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവരോട് തന്നെ ചോദിക്കാം. ഓം നമ ശിവായ. അങ്ങയുടെ പേരൊന്ന് പറയാമോ? എൻ്റെ പേര് ആദിത്യ സ്വരൂപാനന്ദപുരി മഹാരാജ്. ഈ ആശ്രമത്തിൻ്റെ പേര്? ശിവാശ്രമം. തൃശ്ശൂർ ഇങ്ങനെ ഒരു ആശ്രമം ഉള്ളത് ഇപ്പം മലയാളികൾക്കൊന്നും അറിയില്ലല്ലോ, എന്തുകൊണ്ടാണത്? നമുക്കിതുവരെ ഒരു പബ്ലിസിറ്റിയും അങ്ങനെ നമ്മൾ ഇതുവരെ കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് സായിബാബയും ഭദ്രകാളിയുമാണ് പ്രധാനമായിട്ടുള്ള പ്രതിഷ്ഠയുള്ളത്. ഇവിടെ ഷിർഡിയിലാണ് സായിബാബയുടെ ആസ്ഥാന മന്ദിരം, ഷിർഡിയിലാണ്. ആ ഷിർഡി ക്ഷേത്രത്തിന് അല്ലെങ്കിൽ സായിബാബയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ ലോകത്ത് എവിടെയും ഒരു പബ്ലിസിറ്റിയോ അല്ലെങ്കിൽ നോട്ടീസോ ഒന്നുമില്ല. പക്ഷേ ഇന്ന് ലോകം മുഴുവൻ ഓൾ ഓവർ വേൾഡ് ആരാധിക്കുന്ന ഒരേ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിർഡി സായിബാബയാണ്. വേറെ ആരുമില്ല. നമുക്കറിയാം എല്ലാ ജാതി മതക്കാരും ഷിർഡിയിൽ വരുന്നുണ്ട്, എല്ലാവരും ആരാധിക്കുന്നുമുണ്ട്. ഇപ്പോൾ കൃഷ്ണനെ ആരാധിക്കുന്നവരും ഷിർഡിയെ ആരാധിക്കും, സായിബാബേനെ ആരാധിക്കും, യേശുവിനെ വിചാരിക്കുന്നവരും ആരാധിക്കും, ഇസ്ലാമിനെ വിശ്വസിക്കുന്നവരും ആരാധിക്കും, സിഖുകാരനും ആരാധിക്കും, ജൈനനും ആരാധിക്കും, യൂറോപ്യൻസും ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ആരാധിക്കുന്ന ഒരേ ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷിർഡി സായിബാബയാണ്. നമുക്ക് യാത്രയിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഷിർഡി സായിബാബയുടെ ഭക്തരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ അധികം അനുഭവമുള്ള ഒരു കാര്യമാണത്. യാത്ര ചെയ്യുന്ന സമയത്ത് ബാബേനെ വിചാരിച്ചാൽ തൊട്ട് മുമ്പിലൊരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിൽ ഷിർഡി അനുഗ്രഹിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ എത്രയോ ലക്ഷം ആൾക്കാർ അങ്ങനത്തെ കാണാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല. മനുഷ്യനായി ജനിച്ചാൽ ഇവിടെ ആർക്കും വരാം. അതുമാത്രമല്ല, നമുക്കിവിടെ കാലത്ത് ഞങ്ങളുടെ പൂജ കഴിഞ്ഞാൽ, ഷിർഡി സായിബാബയുടെ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീകോവിലിൽ കയറി സ്ത്രീ പുരുഷ ഭേദമന്യേ കയറി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇവിടെയുണ്ട്. നമ്മുടെ കേരളത്തിൽ, അതായത് മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന് പറയുന്നിട്ട് മലയാളികൾക്ക് അറിയില്ലെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരെ ഒരുപാട് ഉന്നതർ ഇവിടെ വന്നതായിട്ട് കണ്ടിരുന്നു. എന്താണ് ഇന്ന് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നൊന്ന് വിവരിക്കാവോ? ഇതിലിപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു വാചകം ഞാൻ പറയാം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. അത് നമ്മൾ കാരണന്മാർ പഴഞ്ചൊല്ലിൽ പതിരില്ല. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ വിദേശികൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ശിഷ്യൻ വിഷ്ണു ചൈതന്യ ഇന്ന് സന്യാസം ദീക്ഷ സ്വീകരിക്കുന്ന ഒരു ദിവസമാണിന്ന്. 22 വർഷത്തോളമായി ഈ ആശ്രമത്തിൽ അന്തേവാസിയായിരുന്ന വിഷ്ണു ചൈതന്യ എൻജിനീയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വിദേശത്ത് പോകാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം പോകാതെ എൻ്റെ കൂടെ ആശ്രമത്തിൽ അന്തേവാസിയായി കഴിയുകയും അതിനുശേഷം ബ്രഹ്മചര്യം വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ സാധാരണ ഞങ്ങൾ രാമകൃഷ്ണ മിഷൻ്റെ ഫോളോവേഴ്സാണ് ഞങ്ങൾ. അപ്പോൾ രാമകൃഷ്ണ മിഷനിൽ 9 വർഷമാണ് ബ്രഹ്മചര്യം കഴിഞ്ഞിട്ട് പിന്നെ ദീക്ഷ കൊടുക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഭദ്രകാളി ഉപാസകനാണ്. ആ ഭദ്രകാളിക്ക് 7 എന്നുള്ള സംഖ്യ പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ പാരമ്പര്യം 7 വർഷം ബ്രഹ്മചര്യം സ്വീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ 7 വർഷം ബ്രഹ്മചര്യം സ്വീകരിച്ച്, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് 7 വർഷം ബ്രഹ്മചര്യം സ്വീകരിച്ച് ഇതിൻ്റെ വേദോപനിഷത്തുകൾ കാര്യങ്ങളൊക്കെ പഠിച്ച്, പൂജാതി കർമ്മങ്ങൾ പഠിച്ച്, പല തരത്തിലുള്ള സമൂഹത്തിൽ പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തി അവരോട് സംവദിച്ച് തന്നെ നമ്മുടേതായിട്ടുള്ള എല്ലാത്തിനെയും, അതായത് തനമന ധന അർപ്പണമോനഭാവം എന്നൊക്കെ പറയുന്ന പോലെ ഈ സർവന്യാസേനേതി സർവത്തിനെയും ന്യസിക്കാൻ തയ്യാറായിട്ട് വൈരാഗ്യ ചിന്തയോട് കൂടിയിട്ട്
വൈരാഗ്യം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. കാരണം ആത്മീയ ഭാവത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ത്യജിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള തലത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ദേഷ്യം ഉണ്ടാവുക എന്നുള്ളൊരു സാധാരണ പറയാം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ ദേഷ്യം എന്ന് പറയും. പക്ഷെ നമ്മൾ ഈ ആത്മീയ തലത്തിൽ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ സർവന്യാസം, എല്ലാത്തിനെയും നശിക്കാനുള്ള ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് അദ്ദേഹം 7 വർഷം പൂർത്തിയാക്കി ഇന്ന് സന്യാസ ദീക്ഷ സ്വീകരിക്കുകയാണ്. അതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ഓം നമ ശിവായ. എന്താണ് പേര്? എൻ്റെ ആദ്യ പൂർവാശ്രമ നാമം വിഷ്ണു എന്നായിരുന്നു. 22 വർഷമായി ഞാൻ ശിവാശ്രമത്തിൽ അന്തേവാസിയായിട്ട്. 7 വർഷമായി ബ്രഹ്മചര്യം സ്വീകരിച്ചപ്പോൾ വിഷ്ണു ചൈതന്യ എന്നായിരുന്നു. ഇന്നു മുതൽ ഞാൻ ആദിത്യ രുദ്രസ്വരൂപാനന്ദ എന്ന പുരി എന്നറിയപ്പെടുന്നു. എത്ര വയസ്സായി ഇപ്പം? 36 വയസ്സാണ് ഇപ്പോൾ. ഇപ്പം എന്തുവരെ പഠിച്ചിട്ടുണ്ട്? എഞ്ചിനീയറിങ് കഴിഞ്ഞാണ്. അതെ. എന്തുകൊണ്ടാണ് താങ്കൾക്ക് ഈ ഒരു സന്യാസത്തിലേക്ക് മാറാൻ കാരണം? എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട്, അതായത് സനാതനധർമ്മത്തിൽ ഇഷ്ടപ്പെട്ട് അതായത് 5ാം ക്ലാസ് മുതൽ ആശ്രമത്തിലായിരുന്നു അന്തേവാസിയായിട്ട്. രാമകൃഷ്ണ മിഷന് ചേർന്ന് അവിടെ പഠിച്ച് കൂട്ടുകാരെല്ലാം മുതിർന്ന സന്യാസിമാരായിരുന്നു. മുഡാനന്ദസ്വാമി, ശക്രാനന്ദസ്വാമി, അങ്ങനെ പ്രമുഖരായ സന്യാസിമാരുടെ കൂടെ നടന്ന് പിന്നെ എൻ്റെ ഗുരുവായിട്ട് ആദിത്യ സ്വരൂപാനന്ദ സ്വാമിജീനെ കിട്ടി. സ്വാമിജിയുടെ പേരിൻ്റെ ആദിത്യ അക്ഷരം ആദിത്യ. പിന്നെ ഞങ്ങളുടെ മഹാഗുരു ആത്മസ്വരൂപാനന്ദ സ്വാമിജിയുടെ സ്വരൂപാനന്ദ. അങ്ങനെയാണ് എൻ്റെ പുതിയ നാമധേയം, ആദിത്യ രുദ്ര സ്വരൂപാനന്ദ പുരി. ദീക്ഷ സ്വീകരിച്ച് സ്വാമിയായി ഇപ്പോൾ നിലവിൽ. ഇനി എന്താണ് ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഒരു സ്വാമിജി എങ്ങനെ ചെയ്യണം, കർമ്മസന്യാസി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ജനങ്ങളെ കാണിച്ചു കൊടുക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരെ പോലെ ആശ്രമങ്ങൾ ഒതുങ്ങിക്കൂടാതെ സോഷ്യൽ സർവീസുകൾ കൂടി, അതായത് അന്നദാനം, സാമൂഹിക സേവ, വീട് നിർമ്മാണം, അങ്ങനെ ആവശ്യമുള്ളവരിലേക്ക് ഇറങ്ങിച്ചേർന്നുകൊണ്ട് അവരുടെ ഒരു അത്താണിയായി മാറണം. അതാണ് ലക്ഷ്യം. സായിരാം. ഇനിയും ഒരു ജന്മം ഉണ്ടെങ്കിൽ ഇതുവരെ സന്യാസം സ്വീകരിക്കും എന്നൊരു തോന്നൽ എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഒരു ജന്മമല്ല, ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും അത് സന്യാസിയായി ജീവിക്കണം. അതാണ് ജീവിത ലക്ഷ്യം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദേവൻ്റെ പേര് പറയൂ. ദേവനും ദേവിയാണ്, ശിവനും ഭദ്രകാളി. ഹായ്, ഓം നമ ശിവായ. Om Namah Shivaya. Hello. Where are you from? I'm from Europe, from Spain. What's your street name? My name was Sharunas. And my name now today is new name. I got a new name after initiation. It's Maheshwara Chaitanya. Maheshwara Chaitanya. What come to here? I came I was traveling in India, and I was traveling in India more than 3 years. And 2 months ago, I came accidentally to Kerala to visit Shiva Temple in Thrissur. But unfortunately, I was not allowed because I'm a foreigner. And accidentally, I found this ashram. And ashram became my home because I met Swamiji, who is like father to me. And I was captured by the activities of ashram. Ashram main ashram activities is feeding people in need and poor people every day, around 150 people. So all this comply with my with my karma yoga expectations. So I stay here, and I'm doing this karma yoga and anandanam every day with Swamiji helping.